26 പേരെയാണ് കൊന്നിരിക്കുന്നത്. ഏകദേശം 16 പേരുടെ പാന്റ് അഴിച്ച് അവരൊക്കെ മുസ്ലിമാണോന്ന് ചെക്ക് ചെയ്തിരിക്കുകയാണ് ആ തീവ്രവാദികൾ. അതെ, സത്യമാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, അവരങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ കെൽപ്പുള്ളവരാണ്. അതായത് ഈ രാജ്യത്തെക്കുറിച്ച് മൗലാന ആസാദ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയുടെ പാർട്ടീഷനെപ്പറ്റി പറയുമ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതൊരു കാര്യവും അഗ്നിയെ അടിസ്ഥാനമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് നിങ്ങൾ വെറുപ്പ് പരുത്തി പാകിസ്ഥാനെ സൃഷ്ടിക്കാനായി നോക്കുന്നത്. വെറുപ്പുള്ളിടത്തോളം കാലമേ അങ്ങനെയുള്ള രാജ്യം നിലനിൽക്കൂ എന്ന് പറഞ്ഞു. എന്ന് ആ വെറുപ്പ് ഇല്ലാതാകുന്നു, അതോടുകൂടി ആ രാജ്യവും തീർന്നു പോകുമെന്ന് പറഞ്ഞു. 6 ദിവസം അവിടെ ക്രെഡിബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിശ്വാസ്യത എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് ആ സർക്കാരിനില്ല. ഞാൻ കുറ്റം പറയുകയല്ല, ആരോട് ചോദിച്ചാലും പറയും. അവിടെ ആർമിയല്ലാതെ വേറൊരു ക്രെഡിബിൾ ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ല. അതോടൊപ്പം ആർമിയുടെ വിശ്വാസ്യത, അവരുടെ ക്രെഡിബിലിറ്റി എന്തിനായാണ് ഉള്ളത്? അതായത് അവർ ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ അത് പതിപ്പിച്ചു. ഇന്ത്യ കാരണം നിങ്ങൾക്ക് അപകടമുണ്ടെന്ന്.